ഇപ്പോൾ സുലഭമായ ചക്കക്കുരു ഉപയോഗിച്ച് വട തയ്യാറാക്കിയാലോ? ചക്കക്കുരു തൊലി കളഞ്ഞ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കപ്പ് നിറയെ എടുത്ത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് ഇത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ ചേർക്കാനായി ചെറുതായി അരിഞ്ഞ ഒരു സബോളയും 5 പച്ചമുളകും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരച്ചെടുത്ത ചക്കക്കുരു പേസ്റ്റിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 3 ടീസ്പൂൺ മൈദ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ മൈദയും ഉപ്പും ചക്കക്കുരു അരച്ചെടുത്തതും കൂടി ആദ്യം നന്നായി ചേർത്ത് യോജിപ്പിക്കാം. പിന്നീട് വേപ്പിലയും പച്ചമുളകും സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായി കുഴച്ച് യോജിപ്പിക്കാം. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് അതിൽ ഒരു ഉരുളി വെച്ച് ചൂടാക്കാം. ഉരുളി നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. വെളിച്ചെണ്ണ നന്നായി തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഈ കൂട്ടിൽ നിന്നും കുറച്ച് മാവെടുത്ത് വടയുടെ ആകൃതിയിൽ പരത്തി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
വട നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല രുചിയുള്ള ചക്കക്കുരു വട ഇതാ 4 മണി ചായയുടെ കൂടെ കഴിക്കാം. അടുത്ത വീഡിയോ അടുത്തു തന്നെ.